SNDPO ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ NSSുമായി ഒരു ഐക്യപ്പെട്ടു പോകുന്ന ഒരു സാമുദായിക ഐക്യം എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നു. UDF കോൺഗ്രസും അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഞങ്ങൾക്ക് എല്ലാവരും ഐക്യപ്പെട്ടു പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആരും തമ്മിൽ വഴക്കുണ്ടാകരുത്, സാമുദായികമായ സ്പർദ്ധ കേരളത്തിലുണ്ടാവരുത്, ഒരു സാമുദായികമായ ഐക്യം വേണം, മതസൗഹാർദ്ദം കേരളത്തിലുണ്ടാകണം. അതിന് ഏത് സ്റ്റെപ്പ് ആരെടുത്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പം നടക്കുന്നത് എന്താണ്? നടക്കുന്നത് വ്യാപകമായ വിദ്വേഷ പ്രചരണമാണ് നടക്കുന്നത്. പണ്ട് സംഘപരിവാറായിരുന്നു അതിന്റെ മുൻപന്തിയിൽ നിന്നിരുന്നത്. മതപരമായ തർക്കങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഭിന്നിപ്പിക്കുക, ഭിന്നിപ്പിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുക. ഇതൊരു സംഘപരിവാർ തന്ത്രമാണ്. അതേ സംഘപരിവാർ തന്ത്രം ഇപ്പൊ CPMും കേരളത്തിൽ പയറ്റാണ്. CPM സംഘപരിവാറിന്റെ അതേ വഴിയിൽ കൂടെ പോവുകയാണ്. അപ്പൊ SNDP ജനറൽ സെക്രട്ടറിയോട് കുറിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിക്ക് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവകാശമില്ല. AK ബാലൻ നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവന മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള സംഘപരിവാർ രീതിയായിരുന്നു. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചു. ME ഗോവിന്ദൻ തള്ളി പറഞ്ഞു അവരുടെ AK ബാലന്റെ പ്രസ്താവനയെ. പക്ഷെ പിണറായി വിജയൻ അതിനെ സംരക്ഷിച്ചു. അതായത് സംഘപരിവാറിന്റെ അതേ വഴിയിലാണ്. ഇപ്പൊ സംഘപരിവാർ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, പറവൂരിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJP BDS സ്ഥാനാർത്ഥിയെ നിർത്തരുത്. അതായത് രണ്ടാമത് വരുന്ന LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണം, അങ്ങനെ എന്നെ തോൽപ്പിക്കണം. അത് BJPയുടെ ഒരാവശ്യമാണ്. അപ്പൊ മതപരമായ സ്പർദ്ധ, ആര് വർഗീയത സംസാരിച്ചാലും അവർക്കെതിരായി ഞങ്ങൾ നിലപാടെടുക്കും. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം കേരളത്തിൽ ആര് നടത്തിയാലും അതിനെതിരായി കോൺഗ്രസും UDF നിലപാടെടുക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിച്ചത് എന്നെയാണ്. ഞാൻ എന്നിട്ട് തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല. ഇതിനു മുമ്പ് എന്നെക്കുറിച്ച് വളരെ മോശമായ വാക്കുകൾ പറഞ്ഞു, ഇന്നലെയും മോശമായിട്ട് വാക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണെന്ന് മറുപടി പറഞ്ഞത്? അദ്ദേഹം നല്ല പ്രായമായ ആളാണ്. ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്ന സ്ഥാനമാണ്. അങ്ങനെ ഒരാളെ കുറിച്ച് മോശമായൊരു വാക്ക് പോലും ഞാൻ പറയില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഗുരുനിന്ദയാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്തു പറയരുതെന്ന് പറഞ്ഞു, അത് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറയരുത്. ഈ BJP CPMന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഏത്? ഈ വർഗീയത ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം. അതിന്റെ ഉപകരണമായി അദ്ദേഹം മാറരുത് എന്ന് പറഞ്ഞാൽ അതിനെയും പറയും. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞില്ല, ഇനി അങ്ങനെ പറയില്ല. എല്ലാവരും കൂടി ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല കാര്യം, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അല്ല, അങ്ങ് ഈഴവ വിരോധിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എല്ലാവർക്കും ശ്രീനാരായണീയരായിട്ടുള്ള ആളുകളെ കൂടി വോട്ട് ചെയ്തിട്ടല്ലേ നമ്മളൊക്കെ ജയിക്കുന്നത്. ഏതർത്ഥത്തിലാണ് പറയുന്നത്? അദ്ദേഹമാണ് ഗുരുദേവൻ പറഞ്ഞതിന്, ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്നത്. അദ്ദേഹം പലരുടെയും ഉപകരണമായി മാറുന്നു. അങ്ങനെ ആകരുത്. ആ പൊസിഷനിലിരിക്കുന്ന ആൾ അങ്ങനെ ആകരുത്. അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? എന്നെ ഊളംപാറയിൽ അയക്കണമെന്ന് പറയാം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഊളംപാറയിൽ അയക്കണം എന്നൊരാള്, ഒരു സമുദായ നേതാവ് പറയുമ്പോ ഞാൻ അതിന് മറുപടി പറയുന്നില്ല. അപ്പൊ ആരാണ് പറയുന്നത്? ഞാനാണോ പറഞ്ഞത്? ഞാൻ ഒരക്ഷരം അദ്ദേഹത്തെ കുറിച്ച് മാത്രമല്ല, ഒരു സമുദായ നേതാക്കളെ കുറിച്ചും മോശമായിട്ടോ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചോ പറയാറില്ല. അവര് പറയുന്ന കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പറയും, അത് പറയാതിരിക്കാൻ പറ്റില്ല. NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു, താങ്കൾ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ പോയതിനെ വിമർശിക്കുന്നത് അത് ഒരു ചീപ്പായ ഒരു പരിപാടി. ഞാനല്ല വിമർശിച്ചു, എന്നെ കുറിച്ചല്ല പറഞ്ഞത്. കാറ് കയറിയതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി ഒരു വർഗീയ പരാമർശം നടത്തിയപ്പോൾ കേരളത്തിലെ മതേതരത്വം, ഞാൻ വെള്ളാപ്പള്ളിയുടെ പേരും പറഞ്ഞില്ല ആ യോഗത്തില്, ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. നടത്തിയപ്പോ ആ ആൾക്ക് പിറ്റേ ആഴ്ച പോയി പൊന്നാടയിട്ടു മുഖ്യമന്ത്രി. എന്ത് മെസ്സേജാണ് കൊടുക്കണം? നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചു. ഭയങ്കരമായൊരു വർഗീയ പരാമർശം അദ്ദേഹം നടത്തി. ഞാൻ അതിനെതിർത്ത് അങ്ങനെ പറയരുതെന്നാണ് പറഞ്ഞത്. ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് പറയരുത്, അത് പറയരുതെന്ന് പറഞ്ഞു. ആ ആളെ പിറ്റേ ആഴ്ച പോയി പൊന്നാടയിട്ട് അങ്ങനെ പറയുന്ന ഒരാൾക്ക് മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്റെ മുമ്പിലിരുന്ന് 1 മണിക്കൂർ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ്. മതേതരത്വത്തെക്കുറിച്ച്, ഇടതുപക്ഷത്തെക്കുറിച്ച്, ഇടതുപക്ഷത്തിന്റെ സമീപനത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞത് അത് പറയാനുള്ള അവകാശമില്ല, അങ്ങനെ ചെയ്യരുത്. മതേതരത്വത്തെ പറ്റി പ്രസംഗിക്കാൻ എളുപ്പമാണ് അല്ലേ? എന്നിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. സംഘപരിവാറിന്റെ വഴിയിലൂടെ പോകണം. AK ബാലന്റെ പ്രസ്താവന, ഞാൻ പറഞ്ഞ BJPക്കാർ പ്രസ്താവന കണ്ടത് ഇന്നും രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. BJPക്കാരത് പണ്ടുപോലെ ചെയ്യുന്ന നമുക്കൊരു വിസ്മയമില്ല. പക്ഷെ CPM പോലത്തെ ഒരു പാർട്ടി, അതിന്റെ നേതാവും എന്താ പറഞ്ഞത്? UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും.
വർഗീയ പ്രസ്താവനയാണ്. 42 കൊല്ലം ജമാഅത്ത് ഇസ്ലാമി CPM-ന്റെ കൂടെയായിരുന്നു. അന്ന് ഒരുപാട് കാലം CPM ഭരിച്ചിട്ടുണ്ട്. CPM ഭരിച്ച കാലത്ത് ജമാഅത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചത്. ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാം. CPM ഭരിച്ച കാലത്തൊക്കെ ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കും. ഈ ഹിന്ദു ഐക്യവേദി നേതാവേ RV ബാബു അങ്ങേക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2001 2006 അങ്ങ് സംഘപരിവാർ സഹായം തേടിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പിന്നീട് അദ്ദേഹം ആവർത്തിച്ച് ചില ചിത്രങ്ങളും പുറത്തുവിടുകയൊക്കെ ചെയ്തു. ഇത് കള്ളിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആ സംഘപരിവാർ സഹായം എന്തിനാ ഇവിടെ പറയൂര്? ഇവിടെ ഉണ്ടായില്ലല്ലോ അവരിവിടെ ഉണ്ടായില്ലല്ലോ. അവർക്ക് ഇവിടെ വോട്ട് പോലും ഇല്ലല്ലോ, ഉണ്ടായില്ലല്ലോ. ഞാനൊക്കെ നല്ല മാർജിനിലാണ് ജയിക്കുന്നത് എല്ലാ പ്രാവശ്യവും. ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എനിക്ക് അനുകൂലോട് പറയോ? കാരണം ഞാൻ വർഗീയതയ്ക്കെതിരായി കടുത്ത സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. ഇപ്പൊ CPM പറയണത് ഇതാണ്, ഈ വാചകമാണ് പറയുന്നത്. BJP പറയണത് എന്താ? BJP പറയുന്നത് ഞാൻ ഹിന്ദു വിരുദ്ധനാണെന്നാണ്. ഹിന്ദു വിരുദ്ധനാണെന്ന് രണ്ടോട്ടും. എനിക്ക് BJP BDJ സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ വോട്ട് മുഴുവൻ രണ്ടാമത് വരുന്ന, അതായത് LDF സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഇതാണ് വർഗീയതയ്ക്കെതിരായ നിലപാട്. സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു വെള്ളവും ചേർക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സാരമില്ല. തെരഞ്ഞെടുപ്പിൽ ഞാൻ 2016 ഇത് നേരിട്ട ആളാ ഇവിടെ. അന്ന് ഞാനൊന്ന് പറഞ്ഞു, മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളി പട്ട് പുറച്ചു കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ. ഇവിടെ പ്രസംഗിച്ച ആളാ ഞാൻ. ഞാൻ പറയണ കേക്ക് നിങ്ങൾ ഇത് കയ്യിലേക്കെന്താ എത്ര ധൃതി? 2016 ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാ. എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നുചേർന്നു എന്നെ തോൽപ്പിക്കാൻ. ഞാൻ പറഞ്ഞു, വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല. വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുറച്ചു കിടക്കും, പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന്. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല, പുറകിലേക്ക് ഓടൂല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് ഇനി എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിച്ച. പറവൂരിൽ 20,000 എന്ന് പറഞ്ഞാൽ ഒന്ന് കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക, കൈരളിക്കാരൻ പോയി. ഞാൻ വെള്ളാപ്പള്ളി ഒന്നും ലക്ഷ്യം വെച്ചില്ല, ഞാൻ വർഗീയതയാണ് ലക്ഷ്യം വെച്ചത്. വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് നിരന്തരം ലക്ഷ്യം വെക്കുന്നത്? എനിക്കറിയത്തില്ല. അദ്ദേഹം പണ്ടും എനിക്കെതിരായി സംസാരിച്ചിട്ടുണ്ട്. അതെനിക്കറിയത്തില്ല. ഞാൻ വർഗീയവാദി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വർഗീയത പറയരുത്. നിങ്ങൾ പറയാ വർഗീയത പറഞ്ഞില്ലേ, പച്ചയ്ക്ക് വർഗീയത പറഞ്ഞില്ലേ, അത് പറയരുത്. അത് ആര് പറഞ്ഞാലും പറയും. നിങ്ങൾ എന്റെ ചരിത്രം പരിശോധിച്ചു, ഞാൻ ആര് പറഞ്ഞാലും ഞാനത് പരിശോധിച്ചിട്ടുണ്ട്. ആവർത്തിക്കുന്നത് SNDP NSS തമ്മിൽ കളിച്ചത് ലീഗാണെന്നും ആ ലീഗിന് അങ്ങ് SNDP NSS തമ്മിലത്തെ ബന്ധം വേർപെടുത്ത ലീഗിന് എന്ത് റോളാണ്? ഞാൻ എന്തിനാ ലീഗിനെ വലിച്ചെടുക്കണേ? മുസ്ലിം ലീഗ് ഞങ്ങളുടെ UDF പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. SNDP NSS തമ്മിലുള്ള ഐക്യം ലീഗിൽ എങ്ങനെ തകർക്കാൻ പറ്റും? പറയുന്നില്ല എന്താണ് മുഖ്യമന്ത്രിയുടെ ലീഗ് എങ്ങനെ SNDP NSS തമ്മിൽ യോജിക്കുന്നതിന്റെ അടുത്ത് ലീഗിന് എന്ത് റോളാണ്? മുഖ്യമന്ത്രിയുടെ നാവായിട്ടാണ് വെള്ളാപ്പള്ളി ഈ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ ലീഗിന്റെ നാവായി മാറും, താങ്കളുടെ ശബ്ദം മുസ്ലിം ലീഗിന്റേതാണ് എന്നാണ്. അല്ല, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ ശബ്ദം ഒന്ന് തന്നെ. ടീം UDF ആണ്, ഒറ്റ ശബ്ദമാണുള്ളത്. ശരിയാണ്, അത് അംഗീകരിക്കുന്നു. ഇപ്പോ ഈ NSS SNDP ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്ന ഒരു നീക്കമുണ്ടല്ലോ, ആ നീക്കത്തെ എല്ലാവരും ഒന്നിക്കട്ടെ, ആരും തെറിക്കിച്ച് നിൽക്കണ്ടെന്നാണ് ഞങ്ങളുടെ ഇത്. എല്ലാവരും വഴക്കിടണ്ട, ആരും വഴക്കിട്ട് ചേരി തിരിഞ്ഞ് നിൽക്കണ്ടെന്ന്. എല്ലാവരും ഒരുമിച്ച് നിന്നോട്ടെ. ഒരുമിച്ച് നിൽക്കുന്നത് നല്ല സന്ദേശമല്ലേ? അദ്ദേഹം പറയുന്നത് വേണ്ടിയിട്ടാണോ ഈ നീക്കം നടത്തുന്നത് വെള്ളാപ്പള്ളി? അല്ല, ഞാനത് പറഞ്ഞല്ലോ, അദ്ദേഹം ആരുടെയും ഉപകരണമായി മാറരുത്. CPM-ഉം BJP-യും സംഘപരിവാറും വ്യാപകമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയത പ്രചരിപ്പിക്കുകയാണ് കേരളത്തിൽ. മതേതര കേരളത്തിലുള്ള വെല്ലുവിളിയാണ് അവർ രണ്ടുപേരും. അവരുടെ ഉപകരണമായി അദ്ദേഹം മാറരുത്. കാരണം ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് അവരുടെ ഉപകരണമായി മാറരുത്. ഇത്രയും ഞാൻ പറഞ്ഞില്ല. അല്ലാതെ ഞാനെന്താ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി അദ്ദേഹം പറയുന്ന മുദ്രാവാക്യത്തില് മുസ്ലിം സമുദായം ഇല്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് എന്തിനാ ആശങ്ക? ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട്. മതേതര കേരളം ഞങ്ങളുടെ കൂടെ നിൽക്കും. കേരളത്തിലെ മുഴുവൻ ആളുകളും മതേതരവാദികളാണ്. കുറെ സമുദായ നേതാക്കന്മാരും കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഇറങ്ങിയിട്ടാണ് ഇവരെ കമ്മ്യൂണലാക്കണം. ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഞങ്ങൾ മതേതര ജനത ഞങ്ങളുടെ കൂടെയാണ്. ഒരു ധ്രുവീകരണത്തിനുള്ളൊരു ശ്രമമാണോ ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തുന്നത്? അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല. കേരളത്തിലെ മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിദ്വേഷ പ്രചരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റില്ല. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഉണ്ടാവും, UDF ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ആ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്.
ഞങ്ങൾ വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ടുള്ള ഉറച്ച നിലപാട്, മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കാത്ത നിലപാട് ഉറച്ചു നിൽക്കും. ആര് സംസാരിച്ചാലും ചെയ്യരുതെന്ന് പറയും. അതൊക്കെ ഇതിനു മുമ്പും പറഞ്ഞല്ലോ, ഇന്ന് പുതിയ മുദ്രാവാക്യമൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ട് ഇത് എവിടെ നിൽക്കുന്നത്? ഇവരെല്ലാം നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കി, എന്തോരം നവോത്ഥാനമാണ് ഇവരെല്ലാവരും കൂടി നടത്തിയത്. ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയിപ്പിച്ച സംഭവങ്ങളാണ്. ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വിദ്വേഷ പ്രചരണം നടത്തുന്ന എല്ലാവർക്കും കേരളം ചുട്ട മറുപടി കൊടുക്കും. ചുട്ട മറുപടി. ഞാനത് എന്റെ 2016 എന്റെ അനുഭവമാണ്. എല്ലാ വർഗീയ ശക്തികളും വന്ന് എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാപകമായ വർഗീയ പ്രചരണം നടത്തിയപ്പോൾ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. ഞാൻ പന്ന്യൻ രവീന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു 2011. 2016 എനിക്ക് 20,000. അന്ന് ട്രെൻഡാണ്, LDF ട്രെൻഡാണ്. എന്റെ ഭൂരിപക്ഷം 11 നിന്ന് 20. കാരണം ജനങ്ങൾ സെക്കുലറാണ്. അവരെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ലീഡർഷിപ്പിന് നിൽക്കുന്ന ആളല്ലേ. എന്റെ നിലപാട് പാർട്ടി നിലപാടല്ലേ. വർഗീയതക്കെതിരായി രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ലേ. രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യണത്? രാഹുൽ ഗാന്ധി ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യണത്? രാഹുൽ ഗാന്ധി ധീരതയോടുകൂടി കോംപ്രമൈസ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യുന്നത് ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? വർഗീയതയ്ക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നോ കോംപ്രമൈസ് എന്നാ പറഞ്ഞേക്കുന്നത്. ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം. മനസ്സിലായി? അപ്പൊ കേരളത്തിൽ അത് തന്നെയാണ്, നോ കോംപ്രമൈസ്. കേരളത്തിൽ ക്രൈസ്തവര് 2026 ഉണ്ടാവും പറവൂരിലെന്ന് സംശയമുണ്ടോ? 2026 ഇവിടേക്ക് ആളുകൾക്ക് അറിയാം. ഞാൻ 25 വർഷമായില്ലേ അവരെ പ്രതിനിധി. കേരളത്തിൽ ക്രൈസ്തവര് മുസ്ലിം വിഭാഗത്തെ ഭയന്ന് കഴിയുന്നു എന്നാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത്. അങ്ങനൊരു മുസ്ലിം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വിദ്വേഷത്തിന്റെ പ്രചരണമാണ്. അതിനോട് നമുക്ക് എതിർപ്പുള്ളൂ. വ്യക്തിപരമായി നമുക്ക് എന്താ പ്രശ്നം? വ്യക്തിപരമായി അത് എന്തൊക്കെ എന്നെ കുറിച്ച് ഇവിടെ വന്ന് പറയുന്നു. വ്യക്തിപരമായിട്ടൊന്നും ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാളെ കുറിച്ചും പറയത്തില്ല, ഇന്നേവരെ പറഞ്ഞിട്ടില്ല, അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മൂളാൻ പറ്റൂല. അത് പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? തെറ്റ് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും. അതിന് എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. എന്റെ അച്ഛൻ തെറ്റ് പറഞ്ഞാൽ ഞാൻ പറയില്ലേ? അച്ഛന് പ്രായമുണ്ടെന്ന് ഓർത്ത് മക്കൾ അച്ഛൻ തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അച്ഛൻ അത് തെറ്റാണെന്ന് പറയില്ലേ? അതുപോലെ പ്രായമുണ്ടെന്ന് ഓർത്തിട്ട് തെറ്റ് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. മോശമായിട്ടുള്ള വാക്ക് സാധാരണ ഈ പറഞ്ഞതിനൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ മറുപടി പറയുമ്പോൾ ഏതൊക്കെ വാക്ക് ഉപയോഗിച്ച് മറുപടി പറയും. ഞാൻ അന്നും പറഞ്ഞ എന്താ? അന്ന് എന്നെ കുറിച്ച് പറഞ്ഞ എന്താണ്? വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ ഒന്നും പറയില്ല എന്ന് പറയും. ഒരു വാക്കും മോശമായിട്ട് പറയില്ല. അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം അതിനോട് നമുക്ക് ബഹുമാനമുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ അതൊക്കെ അവിടെ കിടക്കട്ടെ. ആളുകൾ കാണുന്നുണ്ടല്ലോ എന്നെ കുറിച്ച് പറയുന്നതൊക്കെ. അദ്ദേഹം എൻഡോസ് ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ. അദ്ദേഹം വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം വർഗീയതയ്ക്കെതിരായിട്ടുള്ള സ്റ്റാൻഡാണ് സുകുമാരൻ നായർ എടുത്തിട്ടുള്ളത്. വർഗീയത ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഗീയ ശക്തികളെയും അദ്ദേഹം എന്റർടൈൻ ചെയ്തിട്ടില്ല. വർഗീയത പറയാറില്ല. വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാൻ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു. നിങ്ങൾ ഈ കയ്യിലേക്ക് 42 കൊല്ലം പിണറായി വിജയൻ പോയി അമീറിന്റെ കൂടെ പോയിരിക്കുന്ന അല്ല, ഞാൻ പറഞ്ഞൊക്കെ മറുപടി കേൾക്കുക. ചോദിച്ചാനല്ലേ അങ്ങ് ചോദിച്ചാനല്ലേ ഞാൻ മറുപടി പറഞ്ഞു. എന്റെ ഇടയിൽ കയറണം എന്തിനാ? ഇല്ലെങ്കിൽ ചോദിച്ചോ, മുഴുവൻ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാം. അത് ചോദിച്ചല്ലോ. അത് പിന്നെ മറുപടി പറയണതിന്റെ ഇടയിൽ വീണ്ടും കയറി ചോദിക്കണെന്തിനാ? അല്ലല്ല പറയട്ടെ. ഇനി ഇടയിൽ കയറരുത്. കൈരളിക്കാരൻ ഇത് അസ്വസ്ഥരാവണെന്തിനാ? 42 കൊല്ലം നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ഹിറാ സെന്ററിൽ പോയി ഈ അമീറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പടം ഞാൻ കാണിച്ചതാ. തലേ ദിവസം ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കോഴിക്കോട് ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടെ. ഇവിടെ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം. ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ടല്ല ബന്ധം. ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നു, ഞങ്ങൾ സ്വീകരിച്ചു. അവിടെ പോയി അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പിന്തുണ, അവർ നല്ല ആളുകളാണെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഇതൊക്കെ ഇങ്ങനെ മറക്കാമോ ഇപ്പോഴത്തെ കാലത്ത്? ഇത് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക ജമാഅത്ത് ഇസ്ലാം പോയി. ഞാൻ പോയി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി പറയാം. കേൾക്ക്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിക്ക് ഞാൻ പോയി. എന്താണ്? സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് പരമേശ്വരൻ, പി പരമേശ്വരൻ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന്റെ തൃശ്ശൂര് പുസ്തകം റിലീസ് ചെയ്ത് ഞാനാണ്. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരാൾ റിലീസ് ചെയ്ത പുസ്തകം അതാരറിയാം? VS അച്യുതാനന്ദൻ. നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം ഈ ചോദിക്കുന്നതിന് നാണമുണ്ട്. VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത അതേ പുസ്തകം തൃശ്ശൂർ എന്നെ കൊണ്ട് റിലീസ് ചെയ്യിപ്പിച്ചു. അന്ന്
എന്റെ പേര് ശുപാർശ ചെയ്തത് ശ്രീ MP വീരേന്ദ്രകുമാറാണ്. ഞാനും അദ്ദേഹവും തമ്മിലൊരു ഡൽഹിയിലേക്ക് ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഞങ്ങളുടെ 3 മണിക്കൂർ സംഭാഷണം സ്വാമി വിവേകാനന്ദനെ കുറിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹത്തെയാണ് ബുക്ക് റിലീസ് ചെയ്യാൻ തൃശ്ശൂർ അവർ വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സമയമില്ല, ഞാനൊരു ആളെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു, വിവേകാനന്ദനെ കുറിച്ച് പറയാം. എന്നിട്ട് എന്നോട് അദ്ദേഹം തന്നെ എന്നോട് വിളിച്ചു, ഒരു പരിപാടി പങ്കെടുക്കണം. ഞാൻ അന്വേഷിച്ചു ഭാരതീയ വിചാരം. അപ്പൊ തിരുവനന്തപുരത്ത് ഈ ബുക്ക് റിലീസ് ചെയ്തത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനേക്കാൾ വലിയ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കേരളത്തിൽ. അദ്ദേഹം റിലീസ് ചെയ്ത ബുക്ക് ഞാൻ തൃശ്ശൂർ റിലീസ് ചെയ്തപ്പോൾ ഞാൻ ഭാരതീയ വിചാര